നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നായ പനിയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും ഐതിഹ്യങ്ങളും ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ശങ്കരനാരായണിൽ നിന്നും കേൾക്കുന്നതിനായി വീഡിയോ പൂർണ്ണമായും കാണുക. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ പരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പനയന്നാർക്കാവ് ദേവീക്ഷേത്രം അഥവാ പനയന്നാർക്കാവ് മഹാദേവ ക്ഷേത്രം. ശ്രീ ഭദ്രകാളിയുടെയും ശിവന്റെയും പ്രതിഷ്ഠയുള്ള ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണിത്. കേരളത്തിലെ പ്രശസ്തമായ 3 ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് പരുമല പനയന്നാർക്കാവ് ക്ഷേത്രം. മലബാറിലെ തിരുമാന്ധാംകുന്ന് ക്ഷേത്രവും കൊച്ചിയിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമാണ് മറ്റുള്ള 2 ക്ഷേത്രങ്ങൾ. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവൻ ആണെങ്കിലും പരാശക്തിയായ ശ്രീ ഭദ്രകാളിയും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെയുണ്ട്. പരുമല വലിയ പനയന്നാർക്കാവ് ദേവീക്ഷേത്രത്തിൽ സപ്തമഠം ആണ്, അതായത് 7 ദേവികൾ. ദൈനംദിന പൂജകളിൽ ഭരണശക്തിയായി സപ്തമഠത്തെ ആരാധിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ദാരികാവധത്തിനു ശേഷം കോപത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 7 ദേവതകളിൽ നിന്ന് ഉഗ്രമായ ആക്രമണോത്സുകതയുള്ള ചാമുണ്ഡി ക്ഷേത്രത്തിലെ കാളിയായി ഏറ്റവും ശക്തമായ സ്ഥാനം കാണിക്കുന്നു. ഏറെ ശക്തിയായ ദേവിയുടെ സമീപത്തുകൂടി പോകുവാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ കിഴക്കേ നട എന്നേക്കുമായി അടയ്ക്കുകയും ചെയ്തു. എല്ലാ മലയാള മാസത്തിലെയും ആദ്യ ദിവസം എല്ലാ ദേവതകൾക്കും പ്രത്യേക പൂജകളുണ്ട്. ആ ദിവസങ്ങളിൽ 3 കവാടങ്ങളും തുറക്കുന്നു. കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയെ കഥകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് പരിചിതമാണ്. കടമറ്റത്തു നിന്നുള്ള കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയമ്മ ഇവിടെയാണ് കുടികൊള്ളുന്നത്. കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനാർ എന്ന ക്രൈസ്തവ പുരോഹിതൻ ഇവിടെ കുടിയിരുത്തിയെന്നാണ് ഐതിഹ്യം. നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴത്തെ ക്ഷേത്രം പ്രസിഡന്റായ ശ്രീ ശങ്കരനാരായണിൽ നിന്നും കേൾക്കാം. നമസ്കാരം സാറ്, എൻ്റെ പേരെന്താണ്? ശങ്കരനാരായണൻ, അമ്പലത്തിന്റെ പ്രസിഡന്റാണ്. ഇത് ഏത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആണോ? വീട്ടുവകയാണ്. ഏതാണ് വീട്? പടിഞ്ഞാറ്റയിൽ, പടിഞ്ഞാറ്റടത്ത്. ഞാൻ നോക്കാം. ഈ അമ്പലത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ്. ഇത് പണ്ടുകാലം മുതലേ നമ്മളൊരു വീട്ടുവകയായിട്ട് കൈവശം വെച്ചിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. കമ്മിറ്റി ഞങ്ങൾ വർഷത്തിൽ 1-2 വർഷം ഇരിക്കുമ്പോൾ ഇലക്ഷൻ നടത്തും. കുടുംബക്കാർ തന്നെ കമ്മിറ്റി. ഇതിനൊരു ഐതിഹ്യം കള്ളിയങ്കാട്ട് നീലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ. നീലി വന്നതാ ഇവിടെ വന്നിട്ട് ഭദ്രകാളിയിൽ അഭയം തേടിയത്. നമ്മൾ ഇരുത്തിയിരിക്കുന്നു ഇവിടെ. ഈ ഇരിക്കുന്നത് ചെറിയ ക്ഷേത്രം കണ്ടു. ഈ ഒരു ക്ഷേത്രം കണ്ടു. അവിടെ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ ഇത് കോട്ടയത്തിനടുത്ത് ഒരു ഫാദറിന്റെ കയ്യിൽ വന്നതാണ്. കടമറ്റത്ത് കത്തനാർ കോട്ടയത്തിനടുത്ത്, അല്ല എറണാകുളത്തിനടുത്ത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ അമ്മ കിളവിയായിരുന്നു. അപ്പം വീട്ടിൽ കൊണ്ട് കൊടുത്തു. അമ്മകളെ നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പണി ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് വിട്ടു. അപ്പൊ ഇത് വനത്തിൽ പോയിട്ട് മരുന്ന് ഇത് വിറവ് വെട്ടാൻ പോകുമായിരുന്നു. വനത്തില് ഈ നീലി അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ അവരുടെ വീട്ടിൽ വിറയില്ലല്ലോ, അച്ഛന്റെ വീട്ടിൽ. ഇങ്ങനെ പോയിട്ട് വിറവൊക്കെ ആയിട്ട് വന്ന കൂട്ടത്തിൽ നല്ല ഒരു ദിവസം പിടിച്ച് മലത്തി കിടത്തിക്കൊണ്ട് മടിയിൽ തല നോക്കിയ കൂട്ടത്തിൽ നാണിയിരുന്നു തലയിൽ. അതിന്റെ വലിച്ചു മുള്ളു കൊണ്ടാണ് വനത്തിൽ വിറവ് എടുക്കാൻ പോയപ്പോ മുള്ളു കൊണ്ടാണ് നമ്മൾ വലിച്ചു. അപ്രത്യക്ഷമായി. ആരോ നീലി അപ്രത്യക്ഷമായി. ശരി, പോയി. ആണിയറച്ചന്റെ. ശരി. ഇത് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ കരുനാപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്.
അവിടെ കാട്ടിലൊക്കെ കയറിയിട്ട് ഭയങ്കര ശല്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെ കാരണന്മാർ കയറിയിട്ട് അവർ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഇരുത്തി. ഓക്കെ. അങ്ങനെ ഈ കാവിൻ്റെ തെക്കപ്പുറത്ത് ഒരു 1.5 ഏക്കർ സ്ഥലം നമ്മുടെ തന്നെ ഉണ്ട്. ഈ മൊത്തം ഇത് കാവാണ്, 15 ഏക്കർ മേലെ സ്ഥലം. ശരി. ഇതിൻ്റെ അപ്പുറത്തൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു ചിത്രകൂടമൊക്കെ പണിഞ്ഞിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ അത് ഒരാൾ നമ്മുടെ ഇന്ന് കപ്പയിടാനായിട്ട് സ്ഥലം മേടിച്ചിട്ട് ഇവനെ തന്നെ എടുത്തിട്ട് കാവിനകത്തോട്ട് എറിഞ്ഞിട്ട് അവന് വിശ്വാസമില്ലാത്ത അവനെടുത്ത് എറിഞ്ഞിട്ട് അപ്പൊ ഇതൊരു കവരത്തിൽ എങ്ങനെ ഇരുന്നു, നമ്മളൊരു ദേവപ്രശ്നം നിർത്തിയപ്പോ ഇങ്ങനെ കവരത്തെ ഇരിക്കുന്നുണ്ട് അവിടെ നിർത്തുമ്പോൾ നമ്മുടെ അമ്പലം പണിഞ്ഞത് ഞാൻ ചെയ്തതാണ്. അതെ അല്ലേ? എത്ര വർഷമായി കാണും അത്? ഒരു 10-15 വർഷമായിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഒരാളിപ്പോൾ പറഞ്ഞു ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല, അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല അല്ലേ? ഓരോരുത്തര വിശ്വാസമായിരിക്കും അങ്ങനെ. അങ്ങനെ വളരെ ശക്തിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു വെങ്കല പ്രതിമ നമ്മൾ പണിയുന്നുണ്ട് ദേവിക്ക്. അതിപ്പോൾ അടുത്ത 16-ാം തീയതി സമർപ്പിക്കുകയാണ്. പണിഞ്ഞു തീർന്നു. അപ്പോൾ അത് കുടുംബക്കാർ ഞങ്ങളെല്ലാം കൂടെ. ഇവിടുത്തെ ഉത്സവം എപ്പോഴാണ്? വിഷുവാണ് മേടത്തിൽ. മേടത്തിലെ വിഷു. അതാണ് മെയിൻ ഉത്സവം. അത് ഭദ്രകാളിക്ക് ശിവനും രണ്ടും അന്നേരമാണ്. ശിവരാത്രിക്ക് ഉത്സവമുണ്ട്. അവിടെ ഫേമസ് അമ്പലമാണ്, അപ്പൊ അവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ഇവിടെ ആള് കാണത്തില്ല, നമ്മളെ നാമമാത്രമായിട്ട് ശിവരാത്രിക്ക് നടത്തും. ഭദ്രകാളിക്ക് നടത്തുന്ന മേടത്തെ വിഷുവിന്. ശരി. നടത്തുന്നുണ്ട്. ഓക്കെ. കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട്. ഒരുപാട് വസ്തുക്കളുണ്ട് ദേവിയുടെ, ഒത്തിരി സ്വത്തുക്കളുണ്ട്. അതായത് ഇവിടെ പടിഞ്ഞാറ് ഒരു സ്ഥലത്ത് ആനപ്പറമ്പ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഉത്സവത്തിന് കൊണ്ടുപോയി ഒരു ആന എഴുന്നള്ളത്ത സമയത്ത് മരിച്ചു പോയി. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ മാന്ത്രികന്മാരുണ്ടായിരുന്നു. പാമ്പിനെ വരുത്തി വിഷം എടുക്കുന്ന മാന്ത്രികരുണ്ടായിരുന്നു. മറ്റേ ഈ പറഞ്ഞല്ലോ മറ്റു മൃഗങ്ങളൊക്കെ ചാകാന്നെങ്കിൽ അതിനെ നടത്തിക്കൊണ്ടുപോയി കുടിയിലിട്ട് ഈ ആനയൊക്കെ വെട്ടിക്കണ്ടിക്കാനൊക്കത്തില്ല, അമ്പലത്തിനകത്ത് കയറി. അപ്പൊ അങ്ങനെ ഒരു ആനയെ കൊല്ലുന്ന ഇവിടെ കുഴിച്ചിട്ടു അമ്പലത്തിന്റെ വെളിയിൽ. അപ്പൊ അവര് വിളിച്ച് ചോദിച്ചു എന്താ വേണം. അപ്പൊ പറഞ്ഞു നമ്മുടെ കാരണവര് പറഞ്ഞു നമുക്ക് ഞാനൊരു അമ്പലമുണ്ട്, അവിടത്തേക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. 500 പറഞ്ഞാലും നമുക്ക് കരവഴിവായിട്ട് പഠിച്ചത് എല്ലാം പോയി കൈവിട്ട് പോയി. ഇങ്ങനെ ഭരിച്ചു വരുമ്പോ അങ്ങനെ പോകും. അങ്ങനെ ആനപ്പറമ്പായില് അവിടെ നമുക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഇഷ്ടംമാരി ഓരോ കൊടുത്ത അതൊക്കെ തിരുവാങ്കുളം ഇരിക്കുന്ന അറിയാം നിങ്ങളൊന്നും. ശരി. എൻ്റെ വീട് അടൂരാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തെക്കുറിച്ച് കേട്ടത്. ഇപ്പം ഞങ്ങൾ പരുമല പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. ഇപ്പം മനസ്സിലായി, ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി. അത് ശരി, പിന്നീടുണ്ടായത്. ശരിക്കും ഉള്ള. ഓക്കെ, ശരി സാറേ, താങ്ക് യു. ഓക്കെ. കാണുന്ന ഈ ക്ഷേത്രമാണ് കടമറ്റത്ത് കത്തനാർ കുടിയിരുത്തിയതെന്ന് പറയപ്പെടുന്ന യക്ഷിയമ്മയുടെ, കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയമ്മയുടെ ക്ഷേത്രം.